2016 LDF സർക്കാർ വന്നതോടുകൂടിയാണ് കേരളത്തിൽ കൃത്യമായി സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയത്. 62 ലക്ഷം പേർക്കാണ് കേരളത്തിൽ പെൻഷൻ വിതരണം ചെയ്തത്. പ്രളയം വന്നു, നിപ്പ വന്നു, കൊറോണ വന്നു, കേരളത്തിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയില്ല. ഏതാണ്ട് 2022 മാർച്ച് മാസം വരെ കൃത്യമായ ക്ഷേമ പെൻഷൻ ഈ 62 ലക്ഷം പേർക്കും വീടുകളിലേക്ക് എത്തിച്ചു. 2022 മാർച്ച് മുതൽ എന്ത് സംഭവിച്ചു? ക്ഷേമ പെൻഷൻ നൽകാനായി കേരളം രൂപീകരിച്ച പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും ബാധ്യതകൾ കേരളത്തിന്റെ കടത്തിനൊപ്പം കൂട്ടി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം മാത്രം വന്നാൽ അടുത്ത വർഷം മുതൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. 2016 മുതൽ ഈ ഉത്തരവിന് മുൻകാല പ്രാബല്യം കൊണ്ടുവന്നു. അതോടുകൂടി കേരളത്തിന് ലഭ്യമാകേണ്ട തുകയിൽ വലിയ കുറവ് വന്നു. ശ്രദ്ധിക്കണം, എന്ന് മുതലാണ് കുറവ് വരുത്തിയതെന്ന്? 2016 മുതൽ. അതായത് ഈ സർക്കാർ വന്നത് മുതൽ. ഒരു കാര്യം വ്യക്തമാണ്, ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം കേരളം പെൻഷൻ കൊടുക്കുന്നത് നിർത്തണം എന്ന കേന്ദ്രത്തിലുള്ള BJPയുടെ പദ്ധതിയായിരുന്നു.